ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ അകത്ത് ഡിസൈനിങ് കഴിഞ്ഞ്, അതായത് ഫിനിഷിംഗ് സ്റ്റേജ് ആയതിനു ശേഷം എന്തായിരിക്കും ഒരു ബാത്റൂമിൻ്റെ അവസ്ഥ എന്നും അതുപോലെ എന്തെല്ലാം ഗുണങ്ങളാണ്, എന്തെല്ലാം ദോഷങ്ങൾ കാര്യങ്ങളൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ബാത്റൂമുകൾ നിങ്ങൾക്ക് ഈ തെറ്റുകൾ വരുത്താതെയും കാര്യങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നോ അതിൻ്റെ നല്ലതായ വശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നോക്കി അറിയാൻ പറ്റും, ചെറിയൊരു ബാത്റൂമാണ്. ചെറിയൊരു ബാത്റൂമിൽ വാഷ് ബേസിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്, കുളിക്കുന്ന ഏരിയ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈനേജ്, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. ഇങ്ങനെ മെയിനായിട്ട് 3 ഏരിയകളാണ് നമുക്ക് ആവശ്യം വരുന്നത്. ആദ്യമേ തന്നെ ചെറിയ ബാത്റൂം ആയതുകൊണ്ട് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് വാഷ് ബേസിൻ കൊടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയത്. ആ വാഷ് ബേസിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഒരു 34 ഇഞ്ച് ടോപ്പ് വരാവുന്ന രീതിയിലാണ്, അതായത് 34 ഇഞ്ച് വാഷ് ബേസിൻ്റെ ടോപ്പ് വരണം. ഈ ലെവലിലായിരിക്കണം നമ്മുടെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. ആ ലെവലിൽ നമ്മൾ വാഷ് ബേസും സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മിറർ കൂടി സെറ്റ് ചെയ്യും. പിന്നെ സൈഡിലായിട്ട് നനയാത്ത രീതിയിൽ ഒരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങൾ, എക്സോസ്റ്റിൻ്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം 60 സെൻറ്റിമീറ്റർ നമുക്ക് ഫിനിഷിങ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നോക്കി അറിയാൻ പറ്റും, 2 സൈഡുകളിലേക്കായിട്ടാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയയും കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ കുളിക്കുന്ന ഏരിയയും കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റിൻ്റെ ഏരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60 സെൻറ്റിമീറ്ററിന് പറഞ്ഞ പോലെ തന്നെ ആദ്യം സെൻട്രൽ നിന്നും 60 സെൻറ്റിമീറ്റർ അല്ല, നമ്മൾ 90 സെൻറ്റിമീറ്ററാണ് മിനിമം വേണ്ടത്. അതായത് ക്ലോസറ്റിൻ്റെ ഏരിയ മിനിമം 90 സെൻറ്റിമീറ്റർ ഒരു ഭിത്തിയിൽ നിന്ന്. അതിൻ്റെ 45 സെൻറ്റിമീറ്റർ സെൻറ്ററായിട്ട് നമ്മൾ ക്ലോസറ്റിൻ്റെ സെൻറ്റർ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് കൊടുത്തിരിക്കുന്നത്. കൺസീൽഡ് ഫ്ലഷ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റ് നമ്മൾ വാൾ ഹാങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് താഴെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വാൾ ഹാങ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലോസറ്റിൻ്റെ സൈഡിൽ, അതായത് ക്ലോസറ്റിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വേണം, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം, എന്നാലേ നമുക്ക് ഇരുന്ന് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മിനിമം 90 സെൻറ്റിമീറ്ററെങ്കിലും വേണമെന്ന് നമ്മൾ പറയുന്നത്. കൺസീൽഡ് ഫ്ലഷ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൺസീൽഡ് ഫ്ലഷ് നമ്മൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഭിത്തിയുടെ അകത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യമുണ്ട്. അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൺസീൽഡ് ഫ്ലഷ് ഏറ്റവും നല്ലത് പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ കൺസീൽഡ് ഫ്ലഷ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 4 ഇഞ്ച് കണ്ടോ, അതായത് ഈ ക്ലോസറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പ് പോകുന്ന ഒരു ഔട്ടുണ്ട്. 4 ഇഞ്ച് പോകുന്ന ഔട്ട് നമ്മൾ ഭിത്തി അത്രയും കൺസീൽ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമുക്ക് ഈ 4 ഇഞ്ച് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബെൽറ്റ്, ഈ ബാത്റൂമിൻ്റെ ബെൽറ്റ് ഓൾറെഡി കട്ടായി പോയിട്ടുണ്ട്. അതായത് 4 ഇഞ്ച് പൈപ്പ് ഇടുന്ന സമയത്ത് ബെൽറ്റ് കട്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് ഈ കൺസീൽഡ് ഫ്ലഷ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പൈപ്പ് കൊണ്ടുപോകുന്നതിന് ബെൽറ്റ് കട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതായത് തറയുടെ ബെൽറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കമ്പി കട്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. നമ്മൾ ബാത്റൂമുകൾ നീറ്റായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീടിൻ്റെ സേഫ്റ്റി കൂടി നമ്മൾ നോക്കണം. താഴത്തെ ബെൽറ്റാണ്, അതിൻ്റെ കമ്പിയാണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് ഹോസെറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് ഹോസെറ്റ് നമ്മൾ സൈഡിൽ കൊടുത്തു, അത് ഇരുന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു വാൽവ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് കൺസീൽഡ് ഫ്ലഷ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്ലഷിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും കരടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വാൽവ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാലും ക്ലോസറ്റിലൂടെ ഫുൾ ടൈം വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഒരു നിശ്ചിത വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മൊത്തം ടാങ്കിൽ വെള്ളം മൊത്തം തീർന്നു പോകുന്ന അവസ്ഥ. അത് മാത്രമല്ല മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൺസീൽഡ് ഫ്ലഷിന് സെപ്പറേറ്റ് ഒരു വാൽവ് കൊടുത്താൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ നോക്കിയാൽ ജാഗോറിൻ്റെ ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ടൈപ്പ് ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ സ്പൗട്ട് കൊടുത്തു, ഒരു 30 ഇഞ്ച് വരാവുന്ന രീതിയിൽ, അതായത് താഴെ നിന്നൊരു 30 ഇഞ്ച് ഹൈറ്റ് വരാവുന്ന, ടാപ്പിൻ്റെ ഹൈറ്റ് വരാവുന്ന രീതിയിൽ സ്പൗട്ട് കൊടുത്തു. പിന്നെ 120 സെൻറ്റിമീറ്റർ, എനിക്ക് രണ്ടും മാറിപ്പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 120 സെൻറ്റിമീറ്റർ, നിങ്ങളത് ഇഞ്ചിൽ കണക്ക് കൂട്ടിയാൽ മതി. സെൻറ്റിമീറ്ററിലാണ് ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 210 സെൻറ്റിമീറ്ററിലാണ്. 210 സെൻറ്റിമീറ്റർ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഷവറിൻ്റെ വാൽവ് കൊടുത്തു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 7 അടി, അതായത് നമ്മുടെ കട്ട്ലയുടെ ലെവൽ വരുന്നത്, വാതിലിൻ്റെ ലെവൽ വരുന്ന ലെവലിൽ കണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ കട്ട്ല ജനലിൻ്റെ ആ ഫ്രെയിം വരുന്ന ഏരിയയിലാണ് 210 സെൻറ്റിമീറ്റർ വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഷവർ കൊടുക്കുന്നത്. മിനിമം നമുക്ക് 7 അടിയെങ്കിലും മിനിമം കിട്ടും. അത് കൊടുത്തിരിക്കുന്നത് റെയിൻ ഷവർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെയിൻ ഷവർ കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. റെയിൻ ഷവറാണ് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ നമ്മൾ കൺസീൽഡ് പാർട്ട്, ഭിത്തിയുടെ അകത്തിരുന്ന് കൺസീൽഡ് പാർട്ട് ചരിഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ലെങ്ത്ത് കൂടിയ റോഡ് ഇടുന്ന സമയത്ത് ചെറിയൊരു ചരിവുണ്ടെങ്കിൽ കൂടി ഒരു സൈഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കണ്ട ഈ ഷവർ കണ്ട ലെങ്ത്ത് കൂടിയ ആമാണ് കൊടുക്കുന്നതെങ്കിൽ ചരിഞ്ഞ് ഉള്ളിലെ കൺസീൽഡ് പാർട്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്രെഡ് എൽബോ വരുന്നുണ്ട്. അതായത് അകത്ത് വരുന്ന മുക്കാൽക്കര ത്രെഡ് എൽബോ ചരിഞ്ഞ് പോവാതെ നോക്കണം. അപ്പോൾ അത് ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുളിക്കുന്ന ഏരിയയിലാണ് നമ്മൾ
ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. അതായത് കുളിക്കുന്ന ഏരിയയിലാണ് വെള്ളം പോകാനുള്ള ട്രാപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതും വലിയൊരു കാര്യമാണ്. കാരണം കുളിക്കുന്ന ഏരിയയിലായിരിക്കണം മസ്റ്റായിട്ടും ട്രാപ്പ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം എവിടെയാണോ ട്രാപ്പ് കൊടുത്തിട്ട് അവിടേക്ക് ഒഴുകി തെന്നി വീഴാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുന്ന ഏരിയയിലായിരിക്കണം ട്രാപ്പ് കൊടുക്കേണ്ടത്. കുളിക്കുന്ന സൈഡിൽ തന്നെ ആ ട്രാപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ സോപ്പ് ഡിഷ് കൂടി കൊടുക്കണം. സോപ്പ് ഡിഷ് ആ ഏരിയയിൽ തന്നെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എണ്ണയും സോപ്പും കാര്യങ്ങളൊക്കെ ഒഴുകി ഒരു സൈഡിലേക്ക് പോയി നമ്മൾ കുളിക്കാനല്ലാത്ത ബാത്റൂമിലേക്കോ അതുപോലെ തന്നെ എന്തെങ്കിലും വാഷ് ബേസിൻ്റെ കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ അവിടെ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നല്ലൊരു ശതമാനം അപകടങ്ങളും നടക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ബാത്റൂമുകൾ നീറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ പല പല കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബാത്റൂമായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടൈലിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ടൈലിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കുഴപ്പമുണ്ടാവില്ല. അപ്സ്റ്റെയറിൽ ടൈൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് മിനിമം അപ്പോക്സി വർക്കെങ്കിലും ചെയ്തിട്ട് വേണം, അപ്പോക്സി ഇട്ടിട്ട് വേണം നമ്മൾ ഈ ടൈൽ കൊടുക്കാൻ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈലിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോക്സി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് നാൾ കഴിയുന്ന ടൈലിൻ്റെ ഫില്ലർ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിലൂടെ വെള്ളം ഇറങ്ങി മൊത്തം വാർക്കയുടെ താഴെ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോക്സി വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു PVC മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് അത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും ലീക്ക് വരില്ല. നല്ല രീതിയിൽ ചെയ്യണം. നല്ലത് ചെയ്താൽ മാത്രമേ ഈ ലീക്ക് കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലീക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാൻ പറ്റും. ഈ ലീക്ക് വരുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പൈപ്പ് കാര്യങ്ങൾ ഇടുന്ന സമയത്ത്, അതായത് ടൈലിന് മുന്നേ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് കാര്യങ്ങളെല്ലാം ഇട്ട് ക്ലിയർ ചെയ്യുമ്പോൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് എക്സ്ട്രാ ഒരു പൈപ്പ് ടൈലിൽ വരുന്ന വെള്ളം കോൺക്രീറ്റിലേക്ക് താഴെ ഇരിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു പൈപ്പ്, ഒരു ഓവർഫ്ലോ പൈപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു പൈപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു 3/4 ഇഞ്ച് പൈപ്പോ ഒരു 1/2 ഇഞ്ച് പൈപ്പോ ഒരു 20 mm പൈപ്പിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് ബാത്റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AC ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വെള്ളം വരുന്ന കാണാം. ആ വരുന്ന വെള്ളം ചിലപ്പോൾ അതുപോലെ വെള്ളം നമ്മുടെ ടൈലിൻ്റെ ഫില്ലർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം താഴെ വന്ന് സ്റ്റോർ ആവും. ആ സ്റ്റോർ ആവുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് നമ്മളൊരു ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ താഴെ മൊത്തം വീടിൻ്റെ താഴെ നമുക്ക് നനവ് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാത്റൂം നല്ല ഡിസൈൻ ചെയ്ത് വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time.